ചെമ്മീൻ കയറ്റുമതി നിരോധനത്തിന് പിന്നാലെ ദുരിതത്തിലായി മത്സ്യമേഖല. ചെമ്മീന് വില കുത്തനെ ഇടിഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികളും പ്രതിസന്ധിയിൽ. പല കയറ്റുമതി സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. അതിനിടെ മത്സ്യബന്ധന മേഖലയിലെ ആശങ്ക പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടൽ ആരംഭിച്ചു. കേരളത്തിലെ സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ കടൽ ചെമ്മീൻ ലഭിക്കുന്ന സീസണാണിത്. എന്നാൽ ഇതുവരെയില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് മത്സ്യമേഖല കടന്നുപോകുന്നത്. കടലാമ സംരക്ഷണത്തിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ കയറ്റുമതി നിരോധന നടപടി അമേരിക്ക കടുപ്പിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ചെമ്മീൻ കയറ്റുമതി കുറഞ്ഞതോടെ വിലയും കുത്തനെയിടിഞ്ഞു. ഇതോടെ കയറ്റുമതി സ്ഥാപനങ്ങൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. ഈ വള്ളക്കാരുടെ ചെമ്മീൻ മെയിനായിട്ട് വാങ്ങിക്കുന്നത് ജപ്പാൻകാരാണ്. അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. അവർ ഒരു പ്രൈസ് ഒന്നും ഇട്ടിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് കയറ്റുമതി ഇപ്പോൾ തൽക്കാലം വളരെ കുറഞ്ഞിരിക്കുന്നതാണ്. ഇത് വന്ന് അവർ സർട്ടിഫൈ ചെയ്ത് അമേരിക്കൻ കോൺഗ്രസ്സിൽ നിയമം ഉണ്ടാക്കിയാൽ മാത്രമേ ഇവിടെ നിന്നുള്ള കടൽ ചെമ്മീൻ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റൂ. എക്സ്പോർട്ടിനെ സംബന്ധിച്ച് ഭയങ്കര സാമ്പത്തികമായിട്ടും ഭയങ്കര പ്രതിസന്ധിയിലേക്ക് പോകും. മത്സ്യത്തൊഴിലാളികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. നിരോധനം തുടർന്നാൽ ഇവർക്കെല്ലാം ജോലി നഷ്ടമാകും. കേരളത്തിൽ പാവപ്പെട്ട മത്സ്യങ്ങൾക്ക് ഇപ്പോഴാണ് ചെമ്മീൻ കിട്ടുന്നത്. ആ ചെമ്മീൻ കിലോയ്ക്ക് 80 രൂപയാണ്. കഴിഞ്ഞ വർഷം വരെ 200 കിട്ടിയിരുന്നതാണ്. 80 രൂപയ്ക്കും ഉൾപ്രദേശത്ത് പിടിക്കുന്നവർക്ക് 60 രൂപയ്ക്കാണ് ഇപ്പോൾ ചെമ്മീൻ വിൽക്കുന്നത്. അതാണ് നമ്മുടെ അവസ്ഥ. ഈ ഉൽപ്പാദന മേഖല എല്ലാവരെയും പരിസ്ഥിതി ബാധിച്ചിരിക്കുകയാണ്. അരൂരിൽ ഒരു ഫാക്ടറി അടച്ചുപൂട്ടി. കൊച്ചിൻ ഫ്രോസൻ്റെ സ്ഥാപനം അടച്ചുപൂട്ടി. ഉൽപ്പാദകരെയും കയറ്റുമതിക്കാരെയും എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. മത്സ്യത്തൊഴിലാളികൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ ചെറുക്കും. എന്താണ് കാര്യം? ഇന്ത്യയിൽ കടലാമ പശ്ചിമേന്ത്യൻ നിരത്തിലില്ല, പൂർവ്വേന്ത്യൻ നിരത്തുള്ളത്. അമേരിക്കയുടെ നിലപാടിനെതിരെ കേന്ദ്രം ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന വിമർശനവും ശക്തമാണ്. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ യോഗം വിളിച്ചിരുന്നു. പരിഹാര മാർഗത്തിനായി കേന്ദ്ര സർക്കാരിലേക്ക് കേരള പ്രതിനിധി സംഘത്തെ അയക്കും. ചെമ്മീൻ കയറ്റുമതിക്ക് നിരോധനം ഏർപ്പെടുത്തിയതോടെ മത്സ്യബന്ധന മേഖല പൂർണ്ണമായും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകും. ക്യാമറമാൻ അഗിഷായോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.